കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. നവീകരിച്ച വഴിക്കടവ് ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിന്റെ പുതിയ കണ്ടെയ്നർ മൊഡ്യൂൾ നാടിന് സമർപ്പിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ EPCB ഉദ്ഘാടനം നിർവഹിച്ചു. വഴിക്കടവ് സംസ്ഥാന അതിർത്തി ചെക്ക് പോസ്റ്റിലെ കാര്യക്ഷമമായ പ്രവർത്തനം നിരവധി നിരോധിത ലഹരി പദാർത്ഥങ്ങളും കള്ളക്കടത്തും പിടികൂടുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അടുത്തിടെ 62 ലക്ഷത്തിലധികം രൂപ പിടികൂടിയത് സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ഇൻസ്പെക്ടർ പ്രോഗ്രാം സംബന്ധിക്കുന്ന സഹപ്രവർത്തകരെ, വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ മുമ്പുണ്ടായ ഒരു കണ്ടെയ്നർ ഏതാണ്ട് 1.5 മാസക്കാലത്തെ വർക്കിനിടയ്ക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചു. വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. നല്ല ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുക എന്നത് ഏവരുടെ ആഗ്രഹമാണ്. നല്ലൊരു ഔട്ട്പുട്ട് ആ ഓഫീസിൽ ഉണ്ടാകുക. ചെക്ക് പോസ്റ്റിൽ വളരെ റീസെൻ്റായിട്ട് വളരെ അടുത്ത ഒരു 1.5 ആഴ്ച മുമ്പായിട്ട് നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു ക്യാച്ചാണ് ഇവിടെ നടത്തിയത്. 62,67,800 രൂപ ട്യൂബ് മണി പിടിച്ചു. സത്യത്തിൽ ആ ഒരു കേസിലാണ് ഈ ഇലക്ഷനോടനുബന്ധിച്ചുള്ള പല മീറ്റിങ്ങുകളിലും എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ അഭിമാനത്തോടുകൂടി പറയാം, മറ്റ് സ്ഥലത്തു നിന്ന് നമ്മുടെ ജില്ലയിലെ ആകെ ഒരു എൻട്രി പോസ്റ്റാണ് വഴിക്കടവ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നല്ല കൃത്യമായ പരിശോധനകൾ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ P. ജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സിഡ്കോ പ്രതിനിധിക്കുള്ള ഉപഹാര സമർപ്പണം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ നിർവഹിച്ചു. ചെക്ക് പോസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുധി K. സത്യപാലൻ, സംഘടനാ പ്രതിനിധികളായ E. ജിനീഷ്, K. രാമകൃഷ്ണൻ, KM ബാബുരാജ്, E. അഖിൽദാസ്, ജനമൈത്രി സർക്കിൾ ഇൻസ്പെക്ടർ O. സജിത, നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടർ ഷഫീഖ് എന്നിവർ സംസാരിച്ചു. പഴയ കണ്ടെയ്നറിനേക്കാൾ കൂടുതൽ സൌകര്യങ്ങളാണ് പുതിയ കണ്ടെയ്നറിൽ ഒരുക്കിയിട്ടുള്ളത്. ഇൻസ്പെക്ടറുടെ മുറി, ഓഫീസ്, വിശ്രമമുറി എന്നിവയെല്ലാം ഒരുക്കിയ കണ്ടെയ്നറിൽ 3 എയർ കണ്ടീഷനുകളും സംവിധാനിച്ചിട്ടുണ്ട്. ചെക്ക് പോസ്റ്റിന്റെ പരാധീനതകൾ മൂലം ജീവനക്കാർക്ക് കൃത്യമായി ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആനമറിയിൽ നിന്നും അന്തർ സംസ്ഥാന പാതയിലെ പഴയ എക്സൈസ് ചെക്ക് പോസ്റ്റ് മാറ്റിസ്ഥാപിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നു. കള്ളക്കടത്തുകാർക്കും ലഹരി മാഫിയയ്ക്കും പുതിയ ചെക്ക് പോസ്റ്റ് തുണയാകുമെന്ന പൊതുജന വികാരം ഉൾക്കൊണ്ടാണ് നിലവിലെ സ്ഥലത്ത് തന്നെ പുതിയ കണ്ടെയ്നർ മൊഡ്യൂൾ എക്സൈസ് അധികൃതർ സ്ഥാപിച്ചത്. 2 മാസം മുമ്പാണ് പുതിയ കണ്ടെയ്നറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. അസൌകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ചിരുന്ന ചെക്ക് പോസ്റ്റിൽ ദുരിതം പേറിയാണ് ജീവനക്കാർ ജോലി ചെയ്തിരുന്നത്. എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയാണ് പുതിയ കണ്ടെയ്നർ മൊഡ്യൂൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതോടെ അന്തർ സംസ്ഥാന പാതയിലെ ലഹരിക്കടത്ത് സംഘങ്ങൾക്ക് ഒരു പരിധിവരെ കടിഞ്ഞാണിടാൻ എക്സൈസ് വകുപ്പിന് സാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, എടക്കര.